നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. നാളെ 2026 ജൂലൈ മാസം 7-ാം തീയതി ചൊവ്വാഴ്ച ദിവസം. നാളെയും വരും ദിവസങ്ങളിലും പൊതുജനങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട 5ഓളം അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. വീഡിയോ അവസാനം വരെ കാണുക. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കുവാനും നിങ്ങൾ മറക്കരുത്. സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായി പങ്കുവെക്കുന്ന അറിയിപ്പ്, സംസ്ഥാനത്ത് മറ്റന്നാൾ സ്വകാര്യ ബസ് പണിമുടക്ക്. KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിച്ചതോടെ സ്വകാര്യ ബസ്സുകളുടെ വരുമാനം സാരമായി കുറഞ്ഞതിൽ പ്രതിഷേധിച്ചാണ് സമരം. KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിച്ചതോടെ ഡീസലിന് വേണ്ട വരുമാനം പോലും ലഭിക്കുന്നില്ല എന്നാണ് ബസ് ഉടമകളുടെ പരാതി. ഇന്ന് കാസർഗോഡ് ജില്ലയിലെ സൂചനാ പണിമുടക്ക് പൂർണ്ണമായിരുന്നു. കാസർഗോഡ് ജില്ലയിലെ 450-ൽ പരം സ്വകാര്യ ബസ്സുകളാണ് പണിമുടക്കുന്നത്. KSRTC ബസ്സുകൾ സർവീസ് നടത്താത്ത റൂട്ടുകളിൽ യാത്രക്കാർ ദുരിതത്തിലായി. വിവിധ തൊഴിലാളി സംഘടനകൾ പണിമുടക്കിൽ പങ്കാളികളായി. ഒഴിഞ്ഞ ബസ്സുമായി അണങ്കൂരിൽ നിന്ന് കളക്ട്രേറ്റിലേക്ക് മാർച്ചും സംഘടിപ്പിച്ചു. സ്വകാര്യ ബസ് മേഖലയിലെ പ്രശ്നം പരിഹരിക്കാൻ സർക്കാർ അടിയന്തരമായി ഇടപെടണം എന്നാണ് ആവശ്യം. അടുത്തതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ്, ബംഗാൾ ഉൾക്കടലിലെ ശക്തി കൂടിയ ന്യൂനമർദ്ദം തീവ്രമായതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അടുത്ത 24 മണിക്കൂറിനകം പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറ് ദിശയിൽ സഞ്ചരിച്ച് വടക്കൻ ഒഡീഷ തീരത്ത് ചാന്ദ്ബാലിക്കും ദിഘയ്ക്കും ഇടയിലായി ബാലസോറിന് സമീപത്ത് കൂടി കരയിൽ പ്രവേശിക്കാൻ സാധ്യതയെന്നും കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പ്. വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിലും അതിനോട് ചേർന്നുള്ള വടക്കൻ ഒഡീഷ പശ്ചിമ ബംഗാൾ തീരപ്രദേശങ്ങൾക്കും മുകളിലായി സ്ഥിതി ചെയ്തിരുന്ന ശക്തി കൂടിയ ന്യൂനമർദ്ദമാണ് തീവ്രമായത്. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും ചൊവ്വാഴ്ച കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലുമാണ് അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത നിലനിൽക്കുന്നത്. ജാഗ്രതയുടെ ഭാഗമായി ഈ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. 24 മണിക്കൂറിൽ 115.6 മില്ലിമീറ്റർ മുതൽ 204.4 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുമെന്നാണ് അതിശക്തമായ മഴ എന്നതുകൊണ്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. അടുത്തതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ്, ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ മെഡിക്കൽ ഷോപ്പുകളിൽ നിന്ന് മരുന്ന് കൊടുക്കരുതെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. മെഡിക്കൽ ഷോപ്പിന്റെ മറവിൽ ലഹരി കച്ചവടം നടക്കുന്നുണ്ടെന്ന വിവരം ലഭിച്ചതിനെ തുടർന്നാണ് നടപടി. ചില മെഡിക്കൽ ഷോപ്പുകളിൽ ഡോക്ടർമാരുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഗുരുതര രോഗങ്ങൾക്കുള്ള മരുന്നുകൾ കൊടുക്കുന്നുണ്ടെന്നും അത് ലഹരിക്ക് പകരമായി ഉപയോഗിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു കാരണവശാലും ഇത് അനുവദിക്കില്ല. മെഡിക്കൽ ഷോപ്പുകാർ ആരെങ്കിലും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നിർത്തണം. കുറിപ്പടിയില്ലാതെ മരുന്ന് കൊടുത്താൽ കർശന നടപടി ഉണ്ടാകുമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. അതേസമയം പരിശോധനയ്ക്കിടെ പോലീസിന് നേരെയുള്ള ആക്രമണം വെച്ച് പൊറുപ്പിക്കില്ല എന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. അടുത്തതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ്, ട്രെയിൻ യാത്രക്കാരുടെ സുരക്ഷ മുൻനിർത്തി യാത്രാ നിയമങ്ങൾ കർശനമാക്കി ഇന്ത്യൻ റെയിൽവേ. ട്രെയിനുകളിൽ നിരോധിതമോ അപകടകരമോ ആയ സാധനങ്ങൾ കൊണ്ടുപോകുന്നവർക്കുള്ള പിഴത്തുക റെയിൽവേ കുത്തനെ വർദ്ധിപ്പിച്ചു. പിഴയ്ക്ക് പുറമെ തടവ് ശിക്ഷയും ലഭിക്കുമെന്നാണ് പുതിയ മുന്നറിയിപ്പ്. പിഴ 1000-ൽ നിന്ന് 10,000 രൂപയായി ഉയർത്തി. 2026-ലെ ജൻ വിശ്വാസ് ആക്ടിലെ പുതിയ വ്യവസ്ഥകൾ പ്രകാരമാണ് റെയിൽവേ നിയമങ്ങൾ പരിഷ്കരിച്ചത്. മുൻപ് ഇത്തരം കുറ്റകൃത്യങ്ങൾക്ക് 1000 രൂപ പിഴയോ അല്ലെങ്കിൽ 3 വർഷം തടവോ ആയിരുന്നു ശിക്ഷയെങ്കിൽ പുതിയ നിയമപ്രകാരം കുറഞ്ഞത് 10,000 രൂപ പിഴയായി ഈടാക്കും. പിഴയടയ്ക്കാൻ വിസമ്മതിക്കുന്നവർക്ക് 1 വർഷം വരെ തടവോ പിഴയും തടവും ഒരുമിച്ചോ ലഭിക്കാം. കൂടാതെ നിയമലംഘനം മൂലം റെയിൽവേക്ക് ഉണ്ടാകുന്ന ഏതൊരു നഷ്ടത്തിനും നാശനഷ്ടങ്ങൾക്കും ബന്ധപ്പെട്ട വ്യക്തി തന്നെ പൂർണ്ണ ഉത്തരവാദിയായിരിക്കുകയും ചെയ്യും. പൊതുജനങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത്. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും അനൂപ് സൈനിങ് ഔട്ട്.